ഓസ്ട്രേലിയൻ കൺസർവേഷൻ ഫൗണ്ടേഷൻ നടത്തിയ പഠനം അനുസരിച്ച് 2025 57,000 ഹെക്ടറിലധികം ഭീഷണിയിലായ ജീവികളുടെ ആവാസ വ്യവസ്ഥ നശിക്കാൻ വേണ്ടി ഓസ്ട്രേലിയൻ സർക്കാർ അനുമതി നൽകി. ഇത് കഴിഞ്ഞ 15 വർഷത്തിനിടെ ഉയർന്ന തോതാണ്. AFC പുറത്തിറക്കിയ ഏറ്റവും പുതിയ വാർഷിക എക്സ്റ്റിൻഷൻ റാപ്പിഡ് റിപ്പോർട്ട് പ്രകാരം ഭൂമി വെട്ടിത്തെളിക്കലിന് അനുമതി നൽകിയ ആവാസ വ്യവസ്ഥയുടെ വിസ്തീർണം ഡിസ്നി ഹാർബറിന്റെ ഏകദേശം 10 ഇരട്ടിയോളം വലുപ്പമാണ്. ഓസ്ട്രേലിയ ലോകത്തിലെ പ്രധാന വനനശീകരണ കേന്ദ്രങ്ങളിൽ ഒന്നാണെന്ന് പലർക്കും അറിയില്ല. ഓരോ വർഷവും ഇന്തോനേഷ്യയിലെ മുഴുവൻ പാം ഓയിൽ വ്യവസായം ഉണ്ടാക്കുന്ന നഷ്ടത്തേക്കാൾ കൂടുതലാണ് ഇവിടുത്തെ വനനാശം. നാം സ്നേഹിക്കുന്ന പ്രകൃതി ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധത്തിൽ ഭീഷണിയിലാണ്. AFCയുടെ പുതിയ ചീഫ് എക്സിക്യൂട്ടീവും മുൻ ഗെയിൻസ് നേതാവുമായിട്ടുള്ള ആഡം ബ്രാൻഡാണ് ഈ അഭിപ്രായം പറഞ്ഞത്. റിപ്പോർട്ട് അനുസരിച്ച് 2025 42 പുതിയ സസ്യങ്ങളും മൃഗങ്ങളും ഓസ്ട്രേലിയയിലെ വംശനാശ ഭീഷണിയിലുള്ള വ്യക്തികളുടെ പട്ടികയിൽ ചേർക്കപ്പെട്ടു. 2025 ഫെഡറൽ സർക്കാരിന്റെ അനുമതിയോടെ നടന്ന ഭൂമി വെട്ടിത്തെളിക്കൽ മൂലം ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെട്ട ജീവിയായിട്ട് നോർത്തേൺ കോൾ മാറിയതായിട്ട് പുതിയ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ നമ്മുടെ അതിഥി നോർത്തേൺ കോൾ എന്ന് പറയുന്ന ജീവിയാണ്. ആ ജീവിയെ പറ്റിയുള്ള വിശദമായിട്ടുള്ള വിവരങ്ങളിലേക്ക് നമുക്ക് കടക്കാം. നോർത്തേൺ കോൾ ഓസ്ട്രേലിയയിൽ മാത്രം കണ്ടുവരുന്ന അപൂർവമായിട്ടുള്ള ഒരു മാംസഭോജി മാൻസൂപ്പിയൻ സസ്തനിയാണ്. കങ്കാരുവിനെയും കോലയും പോലെ തന്നെ കുഞ്ഞിനെ വളർത്താൻ വയറ്റിലെ സഞ്ചിയുള്ള ജീവികളായിട്ടുള്ള ഈ കോൾ ഇനങ്ങളിൽ ഏറ്റവും ചെറുതാണ്. ഇത് വടക്കൻ ഓസ്ട്രേലിയയിലാണ് പ്രധാനമായിട്ടും കാണപ്പെടുന്നത്. അതുകൊണ്ടാണ് നോർത്തേൺ എന്ന പേര് ഇവയ്ക്ക് ലഭിച്ചത്. നമുക്ക് ഇവയുടെ പൂർവികരും പരിണാമത്തിന്റെ തുടക്കത്തെ സംബന്ധിച്ചുള്ള വിവരങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ നോർത്തേൺ കോൾ ഓസ്ട്രേലിയൻ ഭൂഖണ്ഡത്തിന്റെ ദീർഘകാല പരിണാമ ചരിത്രത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു അപൂർവമായിട്ടുള്ള മാൻസൂപ്പിയൻ മാംസഭോജി സസ്തനിയാണ്. അതിന്റെ പൂർവികരും പരിണാമ തുടക്കവും മനസ്സിലാക്കുന്നത് ഓസ്ട്രേലിയയിലെ സസ്തനികളുടെ വികാസവും പരിസ്ഥിതി മാറ്റങ്ങളും എങ്ങനെ ഈ ജീവിയെ രൂപപ്പെടുത്തിയെന്ന് തിരിച്ചറിയാൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. നോർത്തേൺ കോളിന്റെ പരിണാമ ചരിത്രം മാൻസൂപ്പിയൻ സസ്തനികളുടെ ഉത്ഭവത്തിലേക്കാണ് എത്തിപ്പെടുന്നത്. ഏകദേശം 125-160 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് പ്രാചീന സസ്തനികളിൽ നിന്ന് മാൻസൂപ്പിയൻസുകളും പ്ലാസന്റർ സസ്തനികളും വേർപിരിഞ്ഞതായിട്ട് ശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നുണ്ട്. ആ കാലഘട്ടത്തിൽ കുഞ്ഞുങ്ങളെ വയറ്റിലെ സഞ്ചിയിൽ വളർത്തുന്ന പ്രത്യേക രീതിയിലാണ് മാൻസൂപ്പിയൻസുകളുടെ പ്രധാനമായിട്ടുള്ള പരിണാമ സവിശേഷങ്ങളായിട്ട് വികസിച്ചത്. ആദ്യകാല മാൻസൂപ്പിയൻസുകൾ ചെറുതും കീടഭോഗികളുമായിട്ടുള്ള ജീവികളായിരുന്നു. പിന്നീട് ഭൂഖണ്ഡത്തിലെ വേർതിരിവുകളും കാലാവസ്ഥാ മാറ്റങ്ങളും അവയുടെ വ്യത്യസ്ത പരിണാമ ബാധകൾക്ക് കാരണമായി. ഗോഡ്വാന സൂപ്പർ ഭൂഖണ്ഡം പിളർന്നപ്പോൾ മാൻസൂപ്പിയൻസുകളുടെ ചില വിഭാഗങ്ങൾ ഓസ്ട്രേലിയൻ ഭൂഖണ്ഡത്തിലേക്ക് കുടിയേറിയതായിട്ട് കരുതപ്പെടുന്നു. ഏകദേശം 50-60 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഓസ്ട്രേലിയൻ ഭൂഖണ്ഡത്തിലെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് പൂർണ്ണമായിട്ടും വേർപെട്ടതോടെ ഇവിടെ ഉണ്ടായിരുന്ന മാൻസൂപ്പിയൻസ് സ്വതന്ത്രമായിട്ടുള്ള പരിണാമം സാധ്യമായി. ഈ ദീർഘകാല ഭൂഖണ്ഡ വേർതിരിയൽ മാംസഭോജി മാൻസൂപ്പിയൻസുകളുടെ വികാസനത്തിന് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുകയായി. അങ്ങനെ ഡാസ്യൂരിയുടെ കുടുംബത്തിലെ ജീവികൾ കോളുകളും ടാസ്മാനിയൻ ഡെവിളും ഉൾപ്പെടെ പരിണാമമായിട്ട് വളർന്നു. നോർത്തേൺ കോൾ ഉൾപ്പെടുന്ന ഡാസ്യൂറസ് ജനിച്ചത് ഏകദേശം 10-15 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് രൂപപ്പെട്ടതായിട്ടാണ് ഫോസിൽ രേഖകളും ജനറ്റിക് പഠനങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ ഓസ്ട്രേലിയൻ കാടുകൾ തുറന്ന വനങ്ങളായും പാറപ്രദേശങ്ങളായിട്ടും മാറി തുടങ്ങി. ഈ പരിസ്ഥിതി മാറ്റങ്ങൾ ചെറുതും ചാബല്യമുള്ള മാംസഭോജികൾക്ക് അനുകൂലമായിരുന്നു. ഡാസ്യൂറസ് ജനിച്ചിലെ പൂർവ്വികർ ആദ്യം പൊതുവായിട്ടുള്ള ഭക്ഷണ രീതിയിലുള്ള ജീവികളായിരുന്നു. ഇവ കീടങ്ങളെ, ചെറിയ ഉരകങ്ങൾ, പക്ഷികൾ, ചെറിയ സസ്തനികൾ എന്നിവയെ വേട്ടയാടാൻ വേണ്ടി അനുയോജ്യമായിട്ടുള്ള പല്ലുകളും നഖങ്ങളും വികസിപ്പിക്കുകയുണ്ടായി. ഡാസ്യൂറസ് ജനുസിനുള്ളിൽ നോർത്തേൺ കോൾ ഏറ്റവും ചെറുപ്പ വലുപ്പമുള്ള ഇനമായിട്ട് പരിണമിക്കുകയുണ്ടായി. വടക്കൻ ഓസ്ട്രേലിയയിലെ ചൂടുള്ള വരണ്ട പാറക്കെട്ടുകളുള്ള പ്രദേശങ്ങൾ അതിന്റെ പരിണാമത്തിൽ നിർണായകരമായിട്ടുള്ള പങ്ക് വഹിച്ചു. അവയുടെ ചെറുവലുപ്പം പാറകളുടെ ഇടവഴിയിൽ സുഖമായിട്ട് ചലിക്കാൻ വേണ്ടി സഹായിച്ചു. ഇവയുടെ രാത്രികാല സജീവത ചൂടും വലിയ വേട്ടക്കാരെയൊക്കെ ഒഴിവാക്കാൻ വേണ്ടി സഹായിച്ചു. ഇവയുടെ വെളുത്ത പുള്ളികളുള്ള ശരീരമുടി പ്രകൃതിയുമായിട്ട് ലയിച്ചു മറിഞ്ഞു നിൽക്കാനും ഇവയെ സഹായിച്ചു. ഇത്തരം സവിശേഷതകൾ പ്രകൃതി തിരഞ്ഞെടുത്ത നാച്ചുറൽ സെലക്ഷൻ പ്രക്രിയയിലൂടെ തലമുറകളായിട്ട് ശക്തിപ്പെട്ടു. ലക്ഷക്കണക്കിന് വർഷങ്ങളായി നടന്ന കാലാവസ്ഥാ വ്യതിയാനങ്ങൾ, തീപിടുത്തങ്ങൾ, സസ്യാവരണ മാറ്റങ്ങൾ എന്നിവ നോർത്തേൺ കോളിന്റെ പൂർവികരെ തുടർച്ചയായിട്ട് പരീക്ഷിച്ചു. അതോടെ അനുകൂലമായിട്ട് മാറുന്ന കഴിവ്, അഡാപ്റ്റിവിറ്റി ഈ ജീവിയെ പ്രധാന പരിണാമ ഗുണങ്ങളായിട്ട് മാറി. എന്നാൽ അടുത്ത കാലത്ത് മനുഷ്യൻ കൊണ്ടുവരുന്ന മാറ്റങ്ങൾ, ഭൂമി വെട്ടിത്തെളിക്കൽ, വന്യജീവികളുടെ പ്രവേശനം, മനുഷ്യവാസ വ്യാപനം എന്നിവ നേരിടാൻ പരിണാമം ഇതുവരെ പൂർണ്ണമായിട്ട് തയ്യാറായിട്ടില്ല. നോർത്തേൺ കോളിന്റെ പൂർവികരും പരിണാമ തുടക്കവും പഠിക്കുന്നത് തന്നെ ഓസ്ട്രേലിയ മാംസഭോജി മാൻസൂപ്പികളുടെ വികാസം, ഭൂഖണ്ഡ വേർതിരിവിന്റെ ജീവശാസ്ത്രത്തിലുണ്ടായ സ്വാധീനം, ഇന്നത്തെ വംശനാശ ഭീഷണികൾ എന്നിവ മനസ്സിലാക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ നോർത്തേൺ കോൾ ദശലക്ഷക്കണക്കിന് വർഷങ്ങളായി നടന്ന ഭൂഖണ്ഡ വേർപിരിയലുകളും കാലാവസ്ഥാ മാറ്റങ്ങളും പ്രകൃതി തിരഞ്ഞെടുത്ത പ്രക്രിയയും ചേർന്ന് രൂപപ്പെട്ട ഒരു ജീവിയാണ്. അതിന്റെ പൂർവികർ ഓസ്ട്രേലിയൻ പരിസ്ഥിതിയായിട്ട് പൊരുത്തപ്പെട്ടതുകൊണ്ട് പരിണമിച്ചെങ്കിലും മനുഷ്യനുണ്ടാക്കിയ വേഗത്തിലുള്ള മാറ്റങ്ങൾ ഇന്ന് ഈ അപൂർവ ജീവിയെ വംശനാശത്തിന്റെ ഉള്ളിലേക്ക് തള്ളിക്കൊണ്ടിരിക്കുകയാണ്. അതിനാൽ തന്നെ ഇതിന്റെ പരിണാമ ചരിത്രം മനസ്സിലാക്കുന്നത് സംരക്ഷണ ശ്രമങ്ങൾക്ക് അനിവാര്യമാണ്. നമുക്ക് ഈ ജീവിയായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നോർത്തേൺ കോൾ ഓസ്ട്രേലിയ ഏറ്റവും കൗതുകകരമായിട്ടുള്ള വന്യജീവികളൊന്നാണ്.
ചെറുവലിപ്പമുള്ള ശരീരം, കഠിനമായിട്ടുള്ള പരിസ്ഥിതിയിൽ ജീവിക്കാൻ കഴിയുന്ന കഴിവുകളും ഈ ജീവിയെ ശാസ്ത്രലോകത്തിനും വന്യജീവി പ്രേമികൾക്കും ഏറെ ശ്രദ്ധേയമാകുന്നുണ്ട്. ഇവിടെ കുറച്ച് ആകർഷണവും അപൂർവമായിട്ടുള്ള ചില കാര്യങ്ങൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ, നോർത്തേൺ കോൾ ഒരു മാംസഭോജിയായിട്ടുള്ള മാൻസൂപ്പിയനാണ്. കങ്കാലിയും കോളിയും സസ്യഭോജിയായിരിക്കുമ്പോൾ കോൾ കീടങ്ങളെയും ചെറിയ മൃഗങ്ങളെയൊക്കെയാണ് പ്രധാനമായിട്ടും ഭക്ഷിക്കുന്നത്. ഒരേ മാൻസൂപ്പിയൻ കൂട്ടത്തിൽ തന്നെ ഇത്തരമൊരു വ്യത്യസ്ത ഭക്ഷണശീലം കാണുന്നത് വളരെ കൗതുകകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ലോകത്ത് അറിയപ്പെടുന്ന 4 കോൾ ഇനങ്ങളിലെ വലുപ്പത്തിൽ ഏറ്റവും ചെറുത് നോർത്തേൺ കോളാണ്. അതിന്റെ ചെറു വലിപ്പം പാറക്കെട്ടുകളിലൂടെയും മരങ്ങളിലൂടെയൊക്കെ വേഗത്തിൽ സഞ്ചരിക്കാൻ വേണ്ടി വലിയ സഹായകരമാണ്. നോർത്തേൺ കോൾ ഒരു അപൂർവമായിട്ടുള്ള രാത്രി സജീവിയാണ്. പകൽ സമയത്ത് പാറക്കുഴികളിലോ മരത്തുളകളിലോ ഒക്കെ ഒളിച്ചിരിക്കുകയും രാത്രി ഇരകളെ തേടി സജീവമാവുകയാണ് ഇവ ചെയ്യുന്നത്. ഇതിന്റെ ശരീരത്തിലുടനീളം കാണുന്ന വെളുത്ത പുള്ളികൾ നോർത്തേൺ കോളിന്റെ പ്രധാന തിരിച്ചറിയൽ സവിശേഷതകളാണ്. ഓരോ കോളിലും പുള്ളികളുടെ വികാസം അല്പം വ്യത്യസ്തമായിരിക്കും, മനുഷ്യരുടെ വിരലടയാളം പോലെ. നോർത്തേൺ കോൾ മരങ്ങളിലും കുത്തനെയുള്ള പാറകളിലും അതിവേഗം കയറാൻ കഴിവുള്ളവയാണ്. ഈ കഴിവ് ഇവയെ വേട്ടക്കാരിൽ നിന്ന് സംരക്ഷിക്കപ്പെടാൻ വേണ്ടിയും പക്ഷികളുടെ മുട്ടകൾ കണ്ടെത്താൻ വേണ്ടി സുരക്ഷിതമായ വിശ്രമ സ്ഥലങ്ങൾ കണ്ടെത്താൻ വേണ്ടിയൊക്കെ ഇവയെ സഹായിക്കുന്നുണ്ട്. വലിപ്പം ചെറുതായാലും നോർത്തേൺ കോളിന് വളരെ മൂർച്ചയുള്ള പല്ലുകളും ശക്തമായുള്ള താടിയുമുണ്ട്. ഇത് അതിനെ ഫലപ്രദമായിട്ടുള്ള വേട്ടക്കാരനാക്കി മാറ്റുന്നുണ്ട്. ശാസ്ത്രീയ പഠനങ്ങൾ പ്രകാരം നോർത്തേൺ കോളുകൾ പഠനശേഷിയും ഓർമ്മശക്തിയുമുള്ള ജീവികളാണ്. അപകടകരമായിട്ടുള്ള സ്ഥലങ്ങൾ ഓർത്ത് ഒഴിവാക്കാൻ വേണ്ടി പുതിയ ഭക്ഷ്യ സ്രോതസ്സുകൾ കണ്ടെത്താൻ വേണ്ടിയും ഇവയ്ക്ക് കഴിയുന്നുണ്ട്. നോർത്തേൺ കോളിന്റെ ജീവിതത്തിൽ ആൺകോളുകൾ പലപ്പോഴും ഒരു പ്രജനനകാലത്ത് ശേഷം മരിക്കുകയാണ് ചെയ്യുന്നത്. ഇതിനെ സൂയിസൈഡൽ റീപ്രൊഡക്ഷൻ എന്ന് ശാസ്ത്രലോകം വിളിക്കുന്നു. ജീവലോകത്തിൽ ഏറ്റവും അപൂർവമായിട്ടുള്ള പുനരുദ്ധാരണ തന്ത്രങ്ങളിലൊന്നാണ് ഇത്. കെയിൻ ടോഡുകൾ വിഷമുള്ളതിനാൽ തന്നെ അവയെ വേട്ടയാടുന്ന നോർത്തേൺ കോളുകൾക്ക് പലപ്പോഴും വിഷബാധയേറ്റും മരിക്കാൻ ഇടയാവുന്നുണ്ട്. ഇത് അന്യജീവികളുടെ വരവ് കോൾ ജനസംഖ്യ കുത്തനെ കുറയാൻ വേണ്ടി ഒരു കാരണമായി. പിന്നെ നോർത്തേൺ കോൾ ഓസ്ട്രേലിയയിൽ മാത്രം കണ്ടുവരുന്ന ഒരു എൻഡമിക് ആയിട്ടുള്ള ജീവിയാണ്. ലോകത്തിന്റെ മറ്റേതെങ്കിലും ഭാഗത്ത് സ്വാഭാവികമായിട്ട് ഇവ ജീവിക്കുന്നില്ല. ഓസ്ട്രേലിയ പതിവായിട്ടുള്ള കാട്ടുതീയും കാലാവസ്ഥാ വ്യതിയാനങ്ങളും നേരിടാൻ ഈ ജീവിക്ക് പരിസ്ഥിതി അനുകൂലതയുണ്ട്. എന്നാൽ മനുഷ്യനുണ്ടാക്കിയ മാറ്റങ്ങൾ അതിന്റെ സഹന പരിധി കടക്കുകയാണ്. ഒരു കാലത്ത് സാധാരണയായിട്ട് കണ്ടിരുന്ന നോർത്തേൺ കോൾ ഇന്ന് വംശനാശ ഭീഷണിയിലുള്ള എൻഡേഞ്ചർ ആയിട്ടുള്ള ജീവിയായിട്ട് കണക്കാക്കപ്പെടുന്നു. ഇതിന്റെ കഥ വന്യജീവി സംരക്ഷണത്തിന് അടിയന്തര ആവശ്യകതയായിട്ട് ഓർമ്മിപ്പിക്കുന്നു. ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ചെറു വലുപ്പത്തിൽ ഒളിഞ്ഞു ജീവിക്കുന്ന വലിയ കഴിവുകളും അപൂർവ സ്വഭാവം കൊണ്ടാണ് നോർത്തേൺ കോൾ ശാസ്ത്രലോകത്തിന് ഇത്രയധികം പ്രാധാന്യമുള്ളത്. എന്നാൽ മനുഷ്യൻ കൊണ്ടുവരുന്ന പരിസ്ഥിതി മാറ്റങ്ങളും വന്യജീവികളും ഈ അത്ഭുത ജീവിയെ ഇല്ലാതാക്കാനുള്ള ഭീഷണിയായിട്ട് മാറുകയാണ്. നോർത്തേൺ കോളിന്റെ ഈ ആകർഷണ വസ്തുക്കൾ മനസ്സിലാക്കുന്നത് അതിനെ സംരക്ഷിക്കാവുന്ന ബോധവൽക്കരണത്തിലേക്ക് വലിയ സഹായകരമാണ്. ഇനി നമുക്ക് ഇവയുടെ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സിനെ പറ്റി അല്ലെങ്കിൽ ശാരീരിക സവിശേഷതകളെ പറ്റി കൂടുതലായിട്ട് നോക്കുകയാണെങ്കിൽ, ഓസ്ട്രേലിയയിലും ന്യൂ ഗിനിയയിലും കണ്ടുവരുന്ന ഒരു ചെറുതും ശക്തിയുള്ളതുമായിട്ടുള്ള മാംസഭോജി മാൻസൂപ്പിയൻ ജീവിയാണ് നോർത്തേൺ കോൾ. അതിന്റെ ശരീരഘടനയും ശാരീരിക സവിശേഷതയും വന്യജീവി ജീവിതത്തിന് അത്യന്തം അനുയോജ്യമായിട്ടുള്ള രീതിയിൽ പരിണമിച്ചിരിക്കുന്നു. നോർത്തേൺ കോളിന് സാധാരണയായിട്ട് 25 മുതൽ 35 സെന്റിമീറ്റർ വരെ ശരീര നീളവും 20 മുതൽ 30 സെന്റിമീറ്റർ വരെ നീളമുള്ള വാലും കാണപ്പെടുന്നുണ്ട്. ഭാരം 400 ഗ്രാം മുതൽ ഏകദേശം 1.3 കിലോഗ്രാം വരെയും ആയിരിക്കും. ആൺകോളുകൾ പെൺകോളുകളെക്കാൾ വലുപ്പത്തിലും ഭാരത്തിലൊക്കെ കൂടുതലായിരിക്കും. ഈ ലൈംഗിക വ്യത്യാസം അവയുടെ പ്രജനനം, പ്രദേശ സംരക്ഷണമൊക്കെ സുഗമമാക്കുന്നുണ്ട്. ഇവയുടെ രോമാവരണം ചെറുതും മൃദുവുമായതാണ്. സാധാരണയായിട്ട് തവിട്ട് നിറത്തിലോ ചാരനിറത്തിലോ ഉള്ള ശരീരത്തിൽ വ്യക്തമായിട്ട് കാണപ്പെടുന്ന വെളുത്ത പുള്ളികൾ നോർത്തേൺ കോളിന്റെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള സവിശേഷതകളൊന്നാണ്. ഈ പുള്ളികൾ ശരീരത്തിലും ചിലപ്പോൾ വാലിന്റെ തുടക്കഭാഗത്തിലും ഒക്കെ കാണപ്പെടുന്നു. എന്നാൽ വാൽ സാധാരണയായിട്ട് പുള്ളികൾ ഇല്ലാത്തതായിരിക്കും. ഇത് മറ്റു കോൾ ഇനങ്ങളിൽ നിന്ന് ഇവയെ തിരിച്ചറിയാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. തല ചെറുതും അല്പം നീളമുള്ളതുമായിട്ടുള്ള രൂപത്തിലാണ്. മൂക്കും ശക്തമായിട്ടുള്ള താടിയും ഇവയ്ക്കുണ്ട്. ശക്തമായിട്ടുള്ള താടി പേശികളും മൂർച്ചയുള്ള പല്ലുകളും ഒക്കെ ഇവയെ കാര്യക്ഷമമായിട്ടുള്ള വേട്ടക്കാരനായിട്ട് മാറ്റുന്നുണ്ട്. കീടങ്ങൾ, ചെറു ഉരകങ്ങൾ, പക്ഷികൾ, മുട്ടകൾ തുടങ്ങിയവ ഭക്ഷണമാക്കാൻ വേണ്ടി ഈ പല്ലുകൾ ഇവയ്ക്ക് അനുയോജ്യമാണ്. കാഴ്ചശക്തിയും ശ്രവണശക്തിയും വളരെയധികം വികസിച്ചിരിക്കുന്നതിനാൽ രാത്രികാല വേട്ടയിൽ ഇവയ്ക്ക് വലിയ മുൻതൂക്കം കിട്ടുന്നു. നോർത്തേൺ കോളിന്റെ കണ്ണുകൾ താരതമ്യേന വലുതാണ്. ഇത് രാത്രിയിൽ കൂടുതൽ വെളിച്ചം ഉൾക്കൊള്ളാൻ വേണ്ടി സഹായിക്കുകയും ഇരയെ എളുപ്പത്തിൽ കണ്ടെത്താൻ വേണ്ടി കഴിവ് നൽകുകയും ചെയ്യുന്നുണ്ട്. ചെവികൾ വൃത്താകൃതിയിലും നേരെ നിൽക്കുന്ന രീതിയിലുമാണ്. ഇത് ചെറിയ ശബ്ദങ്ങൾ പോലും പിടിച്ചെടുക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. കാലുകൾ ശക്തിയുള്ളതും ചുരുങ്ങിയതുമാണ്. മുൻകാലുകൾക്ക് മൂർച്ചയുള്ള നഖങ്ങൾ ഉണ്ടായതിനാൽ തന്നെ കല്ലുകൾക്കിടയിൽ കയറാനും മരത്തിൽ കയറാനും ഇര പിടിക്കാനും ഒക്കെ കഴിവുണ്ട്. പിന്നുകൾ കാലുകൾ ചാടലിനും വേഗത്തിൽ ഓടുന്നതിനും ഒക്കെ അനുയോജ്യമായതാണ്. കാലടിയിലെ പാടുകൾ കഠിനമായിട്ടുള്ള പാറമേലും ഉഷ്ണമേഖലാ വനങ്ങളിലൊക്കെ കുറച്ച്
പിടുത്തം നൽകുന്നുണ്ട്. വാൽ നോർത്തേൺ ഗോളിന്റെ മറ്റൊരു പ്രധാന ശാരീരിക സവിശേഷതയാണ്. ഇത് നീളമുള്ളതും രോമാവൃതവുമാണ്. എന്നാൽ ശരീരത്തെക്കാൾ അല്പം മൃദുവായിട്ടുള്ള രോമമാണ് വാലിൽ കാണുന്നത്. വാൽ ശരീര സമതുലനാവസ്ഥ നിലനിർത്താൻ വേണ്ടി സഹായിക്കുന്നതിനോടൊപ്പം കൊഴുപ്പ് സംഭരിയായും പ്രവർത്തിക്കുന്നുണ്ട്. ഭക്ഷണം കുറവുള്ള കാലങ്ങളിൽ ഈ കൊഴുപ്പ് ഊർജ്ജ സ്രോതസ്സായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പെൺകുളികൾക്ക് ഭാഗ്യമായിട്ട് ലഭിച്ച മാൻസുപ്പിയൻ പൗച്ച് കാണപ്പെടുന്നു. ഇത് പൂർണ്ണമായൊരു സഞ്ചിയല്ല, മറിച്ച് ചർമ്മ മടക്കുകളും മുലകളും ഉൾപ്പെടെയുള്ള ഒരു സ്വാഭാവികമായിട്ടുള്ള പ്രദേശമാണ്. കുഞ്ഞുങ്ങൾ വളരുന്ന സമയത്ത് ഈ ഘടന അവയ്ക്ക് സുരക്ഷ നൽകുന്നുണ്ട്. ചുരുക്കത്തിൽ പറയുവാണെങ്കിൽ ഈ നോർത്തേൺ ഗോളിന്റെ ശാരീരിക സവിശേഷതകൾ അതിന്റെ ചുറ്റുപാടുകളോടും വേട്ട ജീവിതത്തോടും പൂർണ്ണമായിട്ടും ഇണങ്ങുന്ന തരത്തിലാണ്. ചെറുതാണെങ്കിലും ശക്തമായിട്ടുള്ള ശരീരം, മൂർച്ചയുള്ള പല്ലുകൾ, ശക്തമായിട്ടുള്ള കാലുകൾ, പ്രത്യേക രോമാവരണം എന്നിവയൊക്കെ ചേർന്ന് ഈ അപൂർവ മാൻസിയോപീസിനെ ഓസ്ട്രേലിയയിലെ വന്യജീവി ലോകത്തിലെ ഒരു പ്രധാന അംഗമാക്കുന്നുണ്ട്. ഇനി ഇവിടെ ആവാസ വ്യവസ്ഥ ഹാബിറ്റന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യം നോക്കുകയാണെങ്കിൽ നോർത്തേൺ ഗോൾ ഓസ്ട്രേലിയയിൽ മാത്രം കണ്ടുവരുന്ന അപൂർവവും ഭീഷണി നേരിടുന്നതുമായിട്ടുള്ള ഒരു മാംസഭോജി മാൻസൂപ്പിയൻ ജീവിയാണ്. അതിന്റെ ആവാസ വ്യവസ്ഥ വളരെ വൈവിധ്യമാർന്നതും പ്രത്യേക പരിസ്ഥിതിയോട് അടുപ്പമുള്ളതുമാണ്. അശക്തമായിട്ടുള്ള ശരീരഘടനയും ചലനക്ഷമതയും കാരണം വിവിധ ഭൂപ്രദേശങ്ങളിലേക്ക് ഇണങ്ങി പോകാൻ വേണ്ടി ഈ ജീവിക്ക് കഴിയുന്നുണ്ട്. നോർത്തേൺ ഗോളിന്റെ പ്രധാന ആവാസ കേന്ദ്രം ഓസ്ട്രേലിയയിലെ വടക്കൻ പ്രദേശങ്ങളാണ്. പടിഞ്ഞാറൻ ഓസ്ട്രേലിയയിലെ കിംബർഗി മേഖല, നോർത്തേൺ ടെറിട്ടറി, ക്വീൻസ്ലാൻഡിലെ വടക്കൻ ഭാഗങ്ങൾ എന്നിവിടങ്ങളിലാണ് ഇവയെ കൂടുതലായിട്ടും കാണപ്പെടുന്നത്. മുമ്പ് ഇവയുടെ വിതരണ പരിധി വളരെ വലുതായിരുന്നുവെങ്കിലും മനുഷ്യ ഇടപെടലുകളും പരിസ്ഥിതി മാറ്റങ്ങളും കാരണം ഇന്ന് ഇവയുടെ ആവാസ പ്രദേശം ഗണ്യമായിട്ട് ചുരുങ്ങിയിരിക്കുന്നുണ്ട്. പാറക്കെട്ടുകളുള്ള പ്രദേശങ്ങൾ നോർത്തേൺ ഗോളിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആവാസ സ്ഥലങ്ങളിൽ ഒന്നാണ്. കല്ലുകൾക്കിടയിലെ വിള്ളലുകൾ, ഗുഹകൾ, പാറവാതിലുകൾ തുടങ്ങിയ ഇവയ്ക്ക് ഒളിവിടങ്ങളായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഇത്തരം പ്രദേശങ്ങൾ വേട്ടക്കാരിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയും പകൽ സമയത്ത് വിശ്രമിക്കാൻ വേണ്ടിയും കുഞ്ഞുങ്ങളെ സുരക്ഷിതമായിട്ട് വളർത്താൻ വേണ്ടിയും അനുയോജ്യമാണ്. കൂടാതെ പാറമേൽ രാത്രികാല വേട്ടയ്ക്ക് ധാരാളം ചെറു ജീവികളെ കിട്ടുന്നുണ്ട്. ഉഷ്ണമേഖല സമ്പന്ന വനങ്ങൾ നോർത്ത് ഗോളിന്റെ മറ്റൊരു പ്രധാന ആവാസ വ്യവസ്ഥയാണ്. യൂക്കാലിപ്റ്റസ് മരങ്ങൾ ധാരാളമുള്ള തുറന്ന വനപ്രദേശങ്ങൾ ഇവയ്ക്ക് അനുയോജ്യമാണ്. ഇവിടെ കാണുന്ന കീടങ്ങൾ, ചെറു ഉരകങ്ങൾ, പക്ഷികൾ എന്നിവ ഇവിടെ ഭക്ഷണ ശൃംഖലയെ സമൃദ്ധമാക്കുന്നുണ്ട്. മരങ്ങളിലേക്ക് എളുപ്പത്തിൽ കയറാൻ കഴിയുന്ന ഇവയുടെ കഴിവ് വനത്തിൽ കൂടുതൽ അവസരങ്ങൾ നൽകുന്നുണ്ട്. പാറമേഖലകളും സമ്പന്ന വനങ്ങളും കൂടാതെ തീരദേശ കുന്നുകൾ, ഉഷ്ണമേഖല പുൽമേടുകൾ, വരണ്ട കാടുകൾ എന്നിവിടങ്ങളിലും നോർത്തേൺ ഗോളുകളെ കണ്ടെത്താൻ വേണ്ടി കഴിയും. ചില പ്രദേശങ്ങളിൽ മനുഷ്യവാസ മേഖലകളുടെ സമീപത്തും ഇവ കാണപ്പെടുന്നുണ്ടെങ്കിലും ഇത്തരം ആവാസ സ്ഥലങ്ങൾ ഇവയ്ക്ക് അപകട സാധ്യത ഉള്ളതിനാൽ തന്നെ വാഹന ഗതാഗതം, വളർത്തുമൃഗങ്ങൾ, വിഷവസ്തുക്കൾ എന്നിവ ഇവയുടെ നിലനിൽപ്പിനെ ബാധിക്കുന്നുണ്ട്. നോർത്തേൺ ഗോളുകൾക്ക് ആവാസ വ്യവസ്ഥയിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഘടകം ഒളിവിടങ്ങളും ഭക്ഷ്യലഭ്യതയുമാണ്. കുഴികളോ പാറവിള്ളലുകളോ പഴയ വൃക്ഷങ്ങളുടെ പൊത്തുകളോ ഒക്കെയാണ് ഇവയ്ക്ക് അഭയം നൽകുന്നത്. അതോടൊപ്പം കീടങ്ങൾ, ചെറു സസ്തനികൾ, ഉരകങ്ങൾ, പഴങ്ങൾ തുടങ്ങിയ ഭക്ഷ്യവസ്തുക്കൾ ലഭ്യമാകുന്ന പ്രദേശങ്ങളാണ് ഇവ തെരഞ്ഞെടുക്കുന്നത്. ആവാസ വ്യവസ്ഥയുടെ ഘടന നേരിട്ട് ഇവയുടെ ജനസംഖ്യയെ സ്വാധീനിക്കുന്നുണ്ട്. കാലാവസ്ഥയെ നോർത്തേൺ ഗോളിന്റെ ആവാസ വ്യവസ്ഥയെ സ്വാധീനിക്കുന്നുണ്ട്. ഉഷ്ണമേഖലാ കാലാവസ്ഥയോടാണ് ഇവ കൂടുതൽ അനുയോജ്യം. മഴക്കാലത്ത് ഭക്ഷണം ധാരാളമായിട്ട് ലഭിക്കുന്നതിനാൽ ഇവയുടെ സജീവത കൂടുന്നുണ്ട്. വളർച്ചാക്കാലത്ത് ഭക്ഷ്യക്ഷാമം ഉണ്ടാകുമ്പോൾ സുരക്ഷിതമായിട്ടുള്ള ഒളിവിടങ്ങളിലേക്ക് ഇവ കൂടുതൽ ആശ്രയിക്കുന്നു. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ നോർത്തേൺ ഗോളിന്റെ ആവാസ വ്യവസ്ഥ പാറക്കെട്ടുകൾ, സമ്പന്നമായിട്ടുള്ള വനങ്ങൾ, തുറന്ന കാടുകൾ എന്നിവ ചേർന്ന ഒരു സങ്കീർണ പരിസ്ഥിതിയാണ്. ഈ ആവാസ സ്ഥലങ്ങൾ സംരക്ഷിക്കപ്പെടാതെ പോയാൽ നോർത്തേൺ ഗോൾ പോലുള്ള അപൂർവ ജീവികളുടെ നിലനിൽപ്പിനെ തന്നെ ഗുരുതരമായിട്ട് ബാധിക്കപ്പെടും. അതിനാൽ തന്നെ ആവാസ വ്യവസ്ഥയുടെ സംരക്ഷണം തന്നെ ഈ ഇനത്തിന്റെ ഭാവി സംരക്ഷണത്തിന്റെ അടിസ്ഥാനം തന്നെയാണ്. ഇനി നമുക്ക് ഇവയുടെ ഡയറ്റുമായിട്ട് ബന്ധപ്പെട്ട ആഹാര രീതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം നോക്കുകയാണെങ്കിൽ നോർത്തേൺ ഗോൾ ഒരു സർവഭോജി സ്വഭാവമുള്ളതാണെങ്കിലും പ്രധാനമായിട്ടും മാംസഭോജി ആയിട്ടുള്ള ഒരു മാൻസൂപ്പിയൻ ജീവിയാണ്. അതിൻ്റെ ആഹാര രീതി വളരെ വൈവിധ്യമാർന്നതും ആവാസ വ്യവസ്ഥയും കാലാവസ്ഥയൊക്കെ ആശ്രയിച്ച് മാറുന്നതുമാണ്. ഈ സൗകര്യപ്രദമായിട്ടുള്ള ഭക്ഷണശീലമാണ് വ്യത്യസ്ത പരിസ്ഥിതിയിൽ തന്നെ നോർത്തേൺ ഗോളിന് ജീവിച്ചു നിൽക്കാൻ വേണ്ടി സഹായിക്കുന്നത്. നോർത്തേൺ ഗോളിന്റെ ആഹാരത്തിൽ കീടങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനത്ത് വഹിക്കുന്നതാണ്. ചെമ്പുകൾ, വണ്ടുകൾ, പാറ്റകൾ, ചിലന്തികൾ, സ്കോർപിയൻ തുടങ്ങിയ വിവിധ തരം അകശേരികൾ ഇവിടെ ദിവസേനയുള്ള ഭക്ഷണത്തിൽ ഉൾപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് മഴക്കാലത്ത് കീടങ്ങളുടെ സാന്നിധ്യം കൂടുമ്പോൾ നോർത്തേൺ ഗോളിന്റെ ആഹാരത്തിൽ വലിയൊരു പങ്കും ഇവയായിരിക്കും. പാറകൾക്കിടയിലും മണ്ണിടിയിലും ഒളിച്ചിരിക്കുന്ന കീടങ്ങളെ കണ്ടെത്താൻ ഇവയുടെ മൂർച്ചയുള്ള മൂക്കും ശക്തമായിട്ടുള്ള നഖങ്ങളും സഹായിക്കുന്നുണ്ട്. കീടങ്ങൾക്കൊപ്പം ചെറു സസ്തനികളും ഇവിടെ ആഹാരത്തിൽ പ്രധാനമായിട്ടുള്ള പങ്ക് വഹിക്കുന്നുണ്ട്. ചെറിയ എലികൾ, വവ്വാലുകൾ, മറ്റു ചെറിയ മാർസുപീലുകൾ എന്നിവയെ നോർത്തേൺ ഗോൾ വേട്ടയാടുന്നുണ്ട്. ശക്തമായിട്ടുള്ള താടിയും മൂർച്ചയുള്ള പല്ലുകളും ഇവയെ കാര്യക്ഷമമായിട്ടുള്ള വേട്ടക്കാരായിട്ട് മാറ്റുന്നുണ്ട്. രാത്രികാല വേട്ടയാടലാണ്
ഇവിടെ പ്രധാനമായിട്ടുള്ള ശീലം. അതിനാൽ ഇരകളെ അപ്രതീക്ഷിതമായിട്ട് ആക്രമിച്ച് പിടികൂടാൻ വേണ്ടി ഇവയ്ക്ക് കഴിവുണ്ട്. ഉരകങ്ങളും ഉഭയചരങ്ങളും നോർത്തേൺ ഗോളിന്റെ ഭക്ഷണത്തിന്റെ ഭാഗമാണ്. ചെറു പല്ലികൾ, പാമ്പുകളുടെ കുഞ്ഞുങ്ങൾ, തവളകൾ തുടങ്ങിയവ ഇവ ഭക്ഷിക്കുന്നുണ്ട്. ചില പ്രദേശങ്ങളിൽ ഇവ പക്ഷികളെയും പക്ഷിമുട്ടകളെയും ഭക്ഷിക്കുന്നതായിട്ടും രേഖപ്പെടുത്തിയിട്ടുണ്ട്. മരങ്ങളിൽ കയറാനുള്ള കഴിവ് ഇവയ്ക്ക് കൂടുകളിലെ മുട്ടകളിൽ എളുപ്പത്തിൽ എത്തിപ്പെടാൻ സഹായിക്കുന്നുണ്ട്. നോർത്തേൺ ഗോൾ ശുദ്ധമായിട്ടുള്ള ഒരു മാംസഭോജി മാത്രമല്ല, ചില സാഹചര്യങ്ങളിൽ സസ്യഭക്ഷണം ഇവ സ്വീകരിക്കുന്നുണ്ട്. പഴങ്ങൾ, വിത്തുകൾ, ചില പൂക്കളും മധുര സാരങ്ങളും ഇവിടെ ആഹാരത്തിൽ ഉൾപ്പെടാറുണ്ട്. ഭക്ഷ്യക്ഷാമമുള്ള കാലഘട്ടത്തിൽ ഈ സസ്യാഹാരം ഇവയ്ക്ക് ഒരു പകര ഊർജ്ജ സ്രോതസ്സായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഇതുവഴി ഇവയെ ഒരു സർവഭോജി സ്വഭാവമുള്ള ജീവിയായിട്ട് കണക്കാക്കാം. ചില അവസരങ്ങളിൽ നോർത്തേൺ ഗോളുകൾ ശവഭോജനം നടത്തുന്നതും കാണപ്പെടുന്നുണ്ട്. മറ്റ് ജീവികളാൽ കൊല്ലപ്പെട്ട ജീവികളുടെ അവശിഷ്ടങ്ങൾ ഇവ ഭക്ഷിക്കുന്നുണ്ട്. ഇതുവഴി പരിസ്ഥിതിയിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിൽ ഇവയ്ക്ക് ഒരു പരോക്ഷമായിട്ടുള്ള പങ്കുണ്ട്. കാലാവസ്ഥയും സീസണുകളും നോർത്തേൺ ഗോളിന്റെ ആഹാര രീതിയെ ശക്തമായിട്ട് സ്വാധീനിക്കുന്നുണ്ട്. മഴക്കാലത്ത് കീടങ്ങളും ചെറു ജീവികളും ധാരാളമായിട്ട് ലഭിക്കുന്നതിനാൽ ആ സമയത്ത് ഇവ കൂടുതൽ സജീവമായിട്ട് വേട്ടയാടും. വരൾച്ച കാലത്ത് ഭക്ഷണ സാധ്യത കുറയുമ്പോൾ അവയുടെ ഭക്ഷണത്തിൽ കൂടുതൽ വൈവിധ്യം കാണപ്പെടുന്നു. അതായത് സസ്യഭാഗങ്ങളും ശവഭോജനവും ഒക്കെ കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട്. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ നോർത്തേൺ ഗോളിന്റെ ആഹാര രീതി അതിന് ബുദ്ധിമുട്ടുള്ള പരിസ്ഥിതിയോട് ഇണങ്ങുന്ന രീതിയിൽ പരിണമിച്ച ഒന്നാണ്. കീടങ്ങൾ മുതൽ ചെറു സസ്തനികൾ വരെയും മാംസം മുതൽ സസ്യഭാഗങ്ങൾ വരെയും ഉൾക്കൊള്ളുന്ന ഈ വൈവിധ്യമാർന്ന ഡയറ്റ് നോർത്തേൺ ഗോളിനെ ഓസ്ട്രേലിയ പരിസ്ഥിതിയിലെ ഒരു പ്രധാന വേട്ടക്കാരനും സമതുലനാവസ്ഥ നിലനിർത്താൻ വേണ്ടി സഹായിക്കുന്ന ഒരു ജീവിയൊക്കെ ആയിട്ട് മാറ്റുന്നുണ്ട്. ഇവിടെ ബിഹേവിയറുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ പെരുമാറ്റമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെപ്പറ്റി നോക്കുകയാണെങ്കിൽ നോർത്തേൺ ഗോൾ അതിന്റെ ചലനക്ഷമതയും ബുദ്ധിശക്തിയും കൊണ്ട് തന്നെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു മാൻസൂപ്പിയൻ മാംസഭോജി ജീവിയാണ്. അതിന്റെ പെരുമാറ്റ രീതികൾ അതിന്റെ ആഹാരശീലത്തോടും പ്രജനന രീതിയോടും ഒക്കെ അടുത്ത് ബന്ധപ്പെട്ടതാണ്. ഈ പെരുമാറ്റ സ്വഭാവങ്ങൾ നോർത്തേൺ ഗോളിനെ കഠിനമായിട്ടുള്ള പരിസ്ഥിതിയിൽ പോലും ജീവിക്കാൻ കഴിവുള്ള ജീവിയാക്കി മാറ്റുന്നുണ്ട്. നോർത്തേൺ ഗോൾ പ്രധാനമായിട്ടും രാത്രികാല ജീവിയാണ്. പകൽ സമയത്ത് ഇവ പാറ, വിള്ളലുകൾ, ഗുഹകൾ, മണ്ണിനടിയിലെ കുഴികൾ, മരങ്ങളുടെ പൊത്തുകൾ എന്നിവയിൽ ഒളിച്ചിരുന്ന് വിശ്രമിക്കുന്നുണ്ട്. സൂര്യപ്രകാശവും ചൂടും ഒഴിവാക്കാൻ വേണ്ടിയും ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയും ഈ ഒളിവിടങ്ങൾ സഹായിക്കുന്നു. രാത്രി ഇറങ്ങുമ്പോൾ ശക്തമായിട്ടുള്ള കാഴ്ചശക്തിയും ശ്രവണശക്തിയും ആശ്രയിച്ച് ഇവ സജീവമായിട്ട് വേട്ടയാടാൻ വേണ്ടി തുടരുന്നു. സ്വഭാവത്തിൽ നോർത്തേൺ ഗോൾ ഒറ്റപ്പെട്ട ജീവിതം നയിക്കുന്ന ഒരു സോളിറ്ററി ജീവിയാണ്. സാധാരണയായിട്ട് ഓരോ ഗോളും സ്വയം പ്രദേശം, അതായത് സ്വയം ടെറിട്ടറി നിലനിർത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ആൺകോളുകൾ അവയുടെ പ്രദേശം ശക്തമായിട്ട് സംരക്ഷിക്കുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. മൂത്രം, മലം, ശരീരസ്രവങ്ങൾ എന്നിവ ഉപയോഗിച്ച് ഇവ പ്രാദേശിക ചിഹ്നങ്ങൾ ഇടുന്നുണ്ട്. ഈ ഗന്ധ ചിഹ്നങ്ങൾ മറ്റു കോളുകൾക്ക് മുന്നറിയിപ്പായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതുവഴി നേരിട്ടുള്ള സംഘർഷങ്ങൾ കുറയ്ക്കുന്നുണ്ട്. വേട്ടയാടൽ നോർത്ത് കോളിന്റെ പ്രധാനമായിട്ടുള്ള പെരുമാറ്റങ്ങളൊന്നാണ്. കീടങ്ങൾ മുതൽ ചെറു സസ്തനികൾ വരെ ഉൾപ്പെടുന്ന വൈവിധ്യമാർന്ന ഇരകളെ ഇവ പിന്തുടരുന്നുണ്ട്. പാറകൾക്കിടയിലും മരങ്ങളിലുള്ള ഇരകളെ പിടികൂടാൻ വേണ്ടി ഇവയ്ക്ക് കഴിവുണ്ട്. വേഗമേറിയ ചലനങ്ങളും അപ്രതീക്ഷിതമായിട്ടുള്ള ആക്രമണശൈലിയും ഇവയെ കാര്യക്ഷമമായിട്ടുള്ള വേട്ടക്കാരനാക്കി മാറ്റുന്നുണ്ട്. ചിലപ്പോൾ ഇരയെ പിന്തുടർന്ന് ഉയരമുള്ള പാറക്കെട്ടുകളിലോ മരങ്ങളിലോ പോലും ഇവ കയറ്റുന്നുണ്ട്. നോർത്തേൺ ഗോളിലെ ഒരു എക്സലന്റ് ക്ലിംബേഴ്സ് ആണ്. അതായത് മരങ്ങളിലും പാറക്കെട്ടുകളിലും ഒക്കെ എളുപ്പത്തിൽ കയറാനുള്ള കഴിവ് ഇവയ്ക്കുണ്ട്. ഈ കഴിവ് ഭക്ഷണം കണ്ടെത്തുന്നതിനും ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയൊക്കെ ഇവയെ സഹായിക്കുന്നുണ്ട്. ചിലപ്പോഴൊക്കെ മരങ്ങളുടെ മുകളിലുള്ള കൂടുകളിൽ വിശ്രമിക്കുന്നതായിട്ടും രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രജനന കാലത്ത് നോർത്തേൺ ഗോളുകളുടെ പെരുമാറ്റത്തിൽ ശ്രദ്ധേയമായിട്ടുള്ള മാറ്റങ്ങൾ കാണാൻ വേണ്ടി സാധിക്കും. ആൺകോളുകൾ കൂടുതൽ സജീവതയും ആക്രമണ സ്വഭാവമുള്ളതാകുന്നു. പെൺകോളുകളെ തേടി ഇവ ദീർഘദൂരം സഞ്ചരിക്കുകയും മറ്റ് ആൺകോളുകളുമായിട്ട് സംഘർഷങ്ങൾ ഏർപ്പെടുകയൊക്കെ ചെയ്യുന്നു. ഈ കാലഘട്ടത്തിൽ ആൺകോളുകൾക്ക് ഭക്ഷണവും വിശ്രമവും പോലും അവഗണിച്ച് പ്രജനനത്തിൽ മുഴുകുന്നതായിട്ടും കാണാൻ വേണ്ടി സാധിക്കുന്നു. നോർത്തേൺ കോളുകളുടെ ഏറ്റവും വ്യത്യസ്തമായിട്ടുള്ള പെരുമാറ്റ സ്വഭാവങ്ങളിലൊന്നാണ് ആൺകോളുകളുടെ പ്രജനന കാലത്തുള്ള മരണം. ഒരേ ഒരു പ്രജനന കാലത്തിന് ശേഷം ആൺകോളുകൾ കടുത്ത ശാരീരിക ക്ഷീണവും ഹോർമോൺ മാറ്റങ്ങളും മൂലം മരിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഇത് മാൻസൂപ്പിയൻ ലോകത്ത് അപൂർവമായിട്ടുള്ള പ്രതിഭാസമാണ്. നോർത്തേൺ കോളുകളെ ശാസ്ത്രീയപരമായിട്ട് ഏറെ ശ്രദ്ധേയമാക്കുന്നതും ഇത് തന്നെയാണ്. പെൺകോളുകൾ കുഞ്ഞുങ്ങളെ വളർത്തുന്നതിൽ വളരെ കരുതലുള്ളവയാണ്. ജനിച്ച ഉടനെ തന്നെ കുഞ്ഞുങ്ങൾ അമ്മയുടെ പൗച്ചിലോ മുലകളുള്ള ഭാഗത്തോ ചേർന്ന് വളരുന്നുണ്ട്. ഈ കാലയളവിൽ പെൺകോളുകൾ കൂടുതൽ ഒളിവ് ജീവിതം നയിക്കുന്നതായിട്ടും സുരക്ഷിതമായിട്ടുള്ള ഇടങ്ങൾ തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നു. കുഞ്ഞുങ്ങൾ വളരുമ്പോൾ ഇവയെ വേട്ടയാടലിനും സ്വയം രക്ഷിക്കുമൊക്കെ അടിസ്ഥാനപരമായിട്ടുള്ള പാഠങ്ങൾ പഠിപ്പിക്കുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. ഭീഷണി നേരിടുമ്പോൾ നോർത്തേൺ ഗോൾ ജാഗ്രതയും അക്രമവും ചേർന്ന പെരുമാറ്റമാണ് കാണിക്കുന്നത്. ചിലപ്പോൾ ശബ്ദമുണ്ടാക്കുകയും പല്ലുകൾ കാട്ടുകയും ആക്രമിക്കാൻ തയ്യാറാകുന്ന നിലപാട് സ്വീകരിക്കുകയും ചെയ്യും. രക്ഷപ്പെടാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ വേഗത്തിൽ ഓടിപ്പോവുകയോ പാറക്കെട്ടിലോ മരങ്ങളിലോ ഒക്കെ കയറുകയും ചെയ്യുന്നുണ്ട്. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ നോർത്തേൺ ഗോളിന്റെ പെരുമാറ്റ രീതികൾ അതിന്റെ പരിസ്ഥിതിയോട് പൂർണ്ണമായിട്ട് ഇണങ്ങിയതാണ്. രാത്രികാല ജീവിതം, ഒറ്റപ്പെട്ട സ്വഭാവം, ശക്തമായിട്ടുള്ള വേട്ടയാടൽ ശൈലി, അതുല്യമായിട്ടുള്ള പ്രജനന പെരുമാറ്റം എന്നിവ ചേർന്നിട്ടാണ് ഈ അപൂർവ മാൻസൂപ്പിയൻസിനെ ഓസ്ട്രേലിയൻ വന്യജീവി ലോകത്തിലെ ഏറ്റവും കൗതുകകരമായിട്ടുള്ള ജീവികളായിട്ട് മാറ്റുന്നത്. ഇനി നമുക്ക് ഇതിന്റെ റീപ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രജനനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെപ്പറ്റി നോക്കുകയാണെങ്കിൽ നോർത്തേൺ ഗോൾ മാൻസൂപ്പിയൻ ജീവികളുടെ ഏറ്റവും അതുല്യവും ശാസ്ത്രീയപരമായിട്ട് ഏറെ കൗതുകകരമായിട്ടുള്ള പ്രജനന രീതികളാണ് കാണിക്കുന്നത്. അതിന് പ്രജനന സ്വഭാവം
സ്വഭാവം ശരീരശാസ്ത്രപരമായിട്ടും പെരുമാറ്റപരമായിട്ടും പ്രത്യേകതയുള്ളതാണ്. പ്രത്യേകിച്ച് ആൺകോളുകളുടെ പ്രജനനാനന്തര ജീവിതം ഈ ഇനത്തെ മറ്റു മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തപ്പെടുത്തുന്നുണ്ട്. നോർത്തേൺ കോളുകളുടെ പ്രജനനകാലം സാധാരണയായിട്ട് ഓസ്ട്രേലിയയിലെ വരണ്ട കാലാവസ്ഥ അവസാനിച്ച് മഴക്കാലം ആരംഭിക്കുന്ന സമയത്തോടെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. സാധാരണയായിട്ട് ജൂൺ മുതൽ ഓഗസ്റ്റ് വരെയുള്ള മാസങ്ങളിലാണ് പ്രജനനം നടത്തുന്നത്. ഈ കാലയളവിൽ ഭക്ഷണ ലഭ്യത വർദ്ധിക്കുന്നതിനാൽ തന്നെ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടി കൂടുതൽ സാധ്യത ലഭിക്കുന്നുണ്ട്. പ്രജനനകാലത്ത് ആൺകോളുകളുടെ പെരുമാറ്റത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. സാധാരണയായിട്ട് ഒറ്റപ്പെട്ട ജീവിതം നയിക്കുന്ന ഇവ ഈ സമയത്ത് വളരെ സജീവവും ആക്രമണ സ്വഭാവമുള്ളതായിരിക്കും. പെൺകോളുകളെ തേടി ഇവ ദീർഘദൂരം സഞ്ചരിക്കുകയും മറ്റാൺകോളുകളുമായിട്ട് കടുത്ത സംഘർഷത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഭക്ഷണവും വിശ്രമവും പോലും അവഗണിച്ച് പ്രജനനത്തിൽ മുഴുകുന്ന സ്വഭാവമാണ് ആൺകോളുകൾ കാണിക്കുന്നത്. നോർത്തേൺ കോളുകളുടെ പ്രജനന രീതിയിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള പ്രത്യേകതയാണ് സെമൽ പാരിറ്റി എന്ന പ്രതിഭാസം. അതായത് ആൺകോളുകൾ അവയുടെ ജീവിതത്തിൽ ഒരേ ഒരു പ്രജനനകാലം മാത്രമേ അനുഭവിക്കുകയുള്ളൂ. ഈ ഒരൊറ്റ പ്രജനന കാലത്തിന് ശേഷം അത്യാധികമായിട്ടുള്ള ശാരീരിക ക്ഷീണവും പ്രതിരോധ ശേഷി കുറഞ്ഞു പോകൽ, ഹോർമോൺ അസന്തുലിതാവസ്ഥ എന്നിവ കാരണം ഭൂരിഭാഗം ആൺകോളുകളും മരിക്കുന്നു. ഇത് സസ്തനികളിൽ വളരെ അപൂർവമായിട്ടുള്ള ഒരു പ്രജനന തന്ത്രമാണ്. സംഭോഗം പലപ്പോഴും ദീർഘനേരം നീണ്ടു നിൽക്കുന്നതായിരിക്കും. പെൺകോളുകൾ പല ആൺകോളുകളുമായിട്ടും സംഭവത്തിൽ ഏർപ്പെടുന്നത് സാധാരണയാണ്. ഇതുവഴി ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ജനിതക വൈവിധ്യം ലഭിക്കുന്നുണ്ട്. സംഭവത്തിന് ശേഷം ആൺകോളുകൾ ക്രമേണ ദുർബലരാവുകയും ചിലപ്പോൾ പ്രജനനകാലം അവസാനിക്കുന്നതിന് മുന്നേ തന്നെ മരിക്കുകയും ചെയ്യുന്നുണ്ട്. പെൺകോളുകളുടെ ഗർഭകാലം വളരെ ചെറുതാണ്. സാധാരണയായിട്ട് ഏകദേശം 21 മുതൽ 25 ദിവസങ്ങൾക്കുള്ളിലാണ് കുഞ്ഞുങ്ങൾ ജനിക്കുന്നത്. ജനിക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങൾ വളരെ ചെറുതും വികസനം പൂർത്തിയാകാത്തതുമായിരിക്കും. ഉടൻ തന്നെ അവ അമ്മയുടെ ശരീരത്തിലെ മുലകളിലേക്ക് ചേർത്ത് പിടിക്കും. നോർത്തേൺ കോളുകൾ പൂർണ്ണമായ ഒരു പൗച്ചില്ല, പകരം ചർമ്മ മടങ്ങോടോട് കൂടിയ ഒരു സംരക്ഷിത പ്രദേശമാണ് കുഞ്ഞുങ്ങൾക്ക് ലഭിക്കുന്നത്. ഒരു പെൺകോളിന് സാധാരണയായിട്ട് 6 മുതൽ 8 വരെ മുലകൾ ഉണ്ടാവും. അതിനാൽ തന്നെ ജീവിച്ചു നിൽക്കുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണം ഈ പരിധിയിലേക്ക് ചുരുങ്ങിയാണ്. മുലകളിൽ ചേർന്ന് കുഞ്ഞുങ്ങൾ ഏകദേശം 6 മുതൽ 8 ആഴ്ചകൾ വരെ അവിടെ ഇരിക്കും. ഈ കാലയളവിൽ അമ്മ കുഞ്ഞിനെ പൂർണ്ണമായിട്ടും സംരക്ഷിക്കുകയും പോഷിപ്പിക്കുകയൊക്കെ ചെയ്യുന്നു. പൗച്ചിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം കുഞ്ഞുങ്ങൾ അമ്മയുടെ ഒളിവിടങ്ങളിൽ തന്നെ കഴിയുന്നു. ഇവിടെ വെച്ച് അവർ ക്രമേണ സ്വതന്ത്ര ജീവിതത്തിലേക്ക് തയ്യാറെടുക്കുന്നുണ്ട്. അമ്മ അവയെ വേട്ടയാടലിലെ അടിസ്ഥാന സൗകര്യങ്ങൾ പഠിപ്പിക്കുകയും അപകടങ്ങളിൽ നിന്ന് രക്ഷിക്കാനുള്ള രീതികൾ കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഏതാനും മാസങ്ങൾക്കുള്ളിൽ കുഞ്ഞുങ്ങൾ സ്വയം ഭക്ഷണം കണ്ടെത്താൻ വേണ്ടി കഴിവുള്ളവയാക്കുന്നു. പെൺകോളുകൾ സാധാരണയായിട്ട് ഒരു വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് പ്രസവിക്കുന്നത്. കുഞ്ഞുങ്ങളുടെ വളർച്ചയും ജീവൻ നിലനിർത്താൻ വേണ്ടിയും പൂർണ്ണമായിട്ടും അമ്മയുടെ ആരോഗ്യത്തെയും ആവാസ വ്യവസ്ഥയും ഗുണനിലവാരത്തെയൊക്കെ ആശ്രയിക്കുന്നുണ്ട്. സുരക്ഷിതമായിട്ടുള്ള ആവാസ വ്യവസ്ഥയും മതിയായിട്ടുള്ള ഭക്ഷണവും ലഭിക്കുന്ന പ്രദേശങ്ങളിൽ കുഞ്ഞുങ്ങളുടെ ജീവൻ കൂടുതലായിരിക്കും. മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ നോർത്തേൺ കോളിന്റെ പ്രജനന രീതി അതിന്റെ പരിസ്ഥിതിയോടും പരിണാമ ചരിത്രത്തോടും ഒക്കെ ചേർന്ന് രൂപപ്പെട്ട ഒരു അപൂർവ തന്ത്രമാണ്. ഒരേ ഒരു പ്രജനന കാലത്ത് തന്നെ മുഴുവൻ ഊർജ്ജവും ചെലവഴിക്കുന്ന ആൺകോളുകളും കരുതലോടെ കുഞ്ഞുങ്ങളെ വളർത്തുന്ന പെൺകോളുകളും ചേർന്ന് ഈ ഇനത്തിന്റെ തുടർച്ചയെ ഉറപ്പാക്കുന്നുണ്ട്. എന്നാൽ ആവാസനാശവും മറ്റ് ഭീഷണികളും വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഈ അതുല്യ പ്രജനന രീതി പോലും നോർത്തേൺ കോളിന്റെ നിലനിൽപ്പിന് വെല്ലുവിളിയാവുകയാണ്. ഇനി ഇവയുടെ ലൈഫ് സ്പാനുമായിട്ട് ബന്ധപ്പെട്ട ആയുസുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെപ്പറ്റി നോക്കുകയാണെങ്കിൽ നോർത്തേൺ കോൾ ചെറുവലുപ്പമാണെങ്കിലും അത്യന്തം സങ്കീർണമായിട്ടുള്ള ജീവിതചക്രം പൂർത്തിയാക്കുന്ന ഒരു മാൻസിപ്പിയൻ ജീവിയാണ്. അതിന്റെ ആയുസ് പല സസ്തനികളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ കുറവാണെങ്കിലും ഇതിന്റെ ജീവിത രീതി, പ്രജനന തന്ത്രം, പരിസ്ഥിതിയിലെ ഭീഷണികൾ എന്നിവയെക്കുറിച്ച് ഏറെ സൂചനകൾ നൽകുന്നവയാണ്. സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ നോർത്തേൺ കോളിന്റെ ശരാശരി ആയുസ് സാധാരണയായിട്ട് 1 മുതൽ 3 വർഷം വരെ മാത്രമാണ്. ചില പെൺകോളുകൾ 3 മുതൽ 4 വർഷം വരെ ജീവിച്ചിരിക്കുന്നതായിട്ട് രേഖപ്പെടുത്തുന്നുണ്ടെങ്കിലും ഇത് അപൂർവമാണ്. ഈ കുറഞ്ഞ ആയുസ്സിനും പ്രധാന കാരണം ഇവയുടെ അതുല്യമായിട്ടുള്ള പ്രജനന രീതിയും പരിസ്ഥിതിയിലെ ഉയർന്ന അപകട സാധ്യത തന്നെയാണ്. നോർത്ത് കോളുകളുടെ ആയുസ് പെൺകോളുകളെക്കാൾ വളരെ കുറവാണ്. ഇതിന് പ്രധാന കാരണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെമൻ പാരിറ്റി എന്ന പ്രജനന തന്ത്രമാണ്. ആൺകോളുകൾ അവയുടെ ജീവിതത്തിൽ ഒരേ ഒരു പ്രജനനകാലം മാത്രമേ അനുഭവിക്കുന്നുള്ളൂ. ഈ പ്രജനനകാലത്ത് അവർ അത്യധികം ഊർജ്ജം ചെലവഴിക്കുകയും ഭക്ഷണവും വിശ്രമവും പോലും അവഗണിക്കുകയും ചെയ്യുന്നു. അതിന് ഫലമായിട്ട് ശക്തമായിട്ടുള്ള ഹോർമോൺ മാറ്റങ്ങൾ, പ്രതിരോധ ശേഷി കുറഞ്ഞു പോകൽ, ശരീര ക്ഷീണം എന്നിവ സംഭവിക്കുകയും ഭൂരിഭാഗം ആൺകോളുകളും പ്രജനനകാലം അവസാനിക്കുന്നതിന് മുന്നേ തന്നെ മരിക്കുകയും ചെയ്യുന്നു. അതിനാൽ പല ആൺകോളുകളും 1 വർഷം പോലും തേക്കാതെ മരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. പെൺ നോർത്തേൺ കോളുകൾക്ക് താരതമ്യേന കൂടുതൽ ആയുസ് ലഭിക്കുന്നുണ്ട്. അവർ പ്രജനനകാലത്തിന് ശേഷം ജീവിച്ചിരിക്കുകയും ഒന്നിലധികം വർഷത്തിൽ കുഞ്ഞുങ്ങളെ പ്രസവിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിരുന്നാലും അവയുടെ ആയുസ്സും പരിസ്ഥിതിയിലെ അപകട സാധ്യതകൾക്ക് മൂലം പരിമിതമാണ്. ഭക്ഷ്യക്ഷാമം, വേട്ട മൃഗങ്ങൾ, രോഗങ്ങൾ, കാലാവസ്ഥാ വ്യതിയാനങ്ങൾ തുടങ്ങിയ ഘടനകൾ പെൺകോളുകളുടെ ആയുസ്സിനെയും നേരിട്ട് ബാധിക്കുന്നുണ്ട്. നോർത്തേൺ കോളിന്റെ ജീവിതത്തിലെ ഏറ്റവും അപകടകരമായിട്ടുള്ള ഘട്ടം കുഞ്ഞുങ്ങളുടെയും യുവ അവസ്ഥയിലുമുള്ള വളർച്ചാ കാലയളവാണ്. ജനിച്ച ഉടൻ തന്നെ കുഞ്ഞുങ്ങൾ അമ്മയുടെ സംരക്ഷണത്തിലായിരിക്കും. എന്നാൽ പൗച്ചിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം അവർക്കെതിരായിട്ടുള്ള ഭീഷണികൾ വർദ്ധിക്കുന്നുണ്ട്. പക്ഷികൾ, പാമ്പുകൾ, മറ്റ് മാംസഭോജികൾ എന്നിവ ഇവയുടെ കുഞ്ഞിന്റെ മരണനിരക്ക് കൂട്ടുന്നുണ്ട്. അതിനാൽ തന്നെ ജനിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളും പ്രായപൂർത്തിയാകുന്നവരെ ജീവിച്ചിരിക്കാറില്ല. കാട്ടിലെ ആയുസുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ സംരക്ഷിത സാഹചര്യങ്ങൾക്കുള്ള, അതായത് ക്യാപ്റ്റിവിറ്റിയിൽ നോർത്ത് കോളുകൾ കൂടുതൽ
ആയുസ് ലഭിക്കുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. മനുഷ്യ സംരക്ഷണത്തിൽ മതിയായുള്ള ഭക്ഷണവും ചികിത്സയും ലഭിക്കുന്ന സാഹചര്യത്തിൽ ചില കോളുകൾ 4 മുതൽ 5 വർഷം വരെ ജീവിച്ചിരുന്നിട്ടുള്ളതായിട്ട് രേഖകളുണ്ട്. ഇത് പരിസ്ഥിതിയിലെ സ്വാഭാവിക ഭീഷണികളില്ലാത്തതിന്റെ ഫലമാണ്. നോർത്ത് ഇന്ത്യൻ കോളുകളുടെ കുറഞ്ഞ ആയുസ് അതിന്റെ പരിണാമ തന്ത്രത്തിന്റെ ഭാഗമാണ്. കുറഞ്ഞ ആയുസിനൊപ്പം ഉയർന്ന പ്രജനന നിക്ഷേപം ഇവയുടെ ജനസംഖ്യ നിലനിർത്താൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. എന്നാൽ ആധുനിക കാലത്ത് ആവാസനാശം, അധിനിവേശ ജീവികൾ, മനുഷ്യ ഇടപെടലുകൾ എന്നിവ വർദ്ധിച്ചതോടെ ഈ തന്ത്രം മതിയായ സംരക്ഷണം നൽകുന്നുമില്ല. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ നോർത്ത് ഇന്ത്യൻ കോളിന്റെ ആയുസ് ചെറുതായാലും അതിന്റെ ജീവിത പരിസ്ഥിതിയോട് അതീവമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതിനാൽ തന്നെ ഈ അപൂർവ മാൻസ്യൂപ്പിയൻസിന്റെ ആയുസ്സും നിലനിൽപ്പും വർദ്ധിപ്പിക്കാൻ വേണ്ടി സുരക്ഷിതമായിട്ടുള്ള ആവാസ വ്യവസ്ഥയും മനുഷ്യരാൽ ഉണ്ടാക്കുന്ന ഭീഷണികൾ കുറയ്ക്കുന്നതുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങൾ. ഇനി ഇവിടെ ഭീഷണികളും ശത്രുക്കളെ പറ്റി നമുക്ക് വിശദമായിട്ട് നോക്കാം. നോർത്ത് ഇന്ത്യൻ ഗോൾ ഓസ്ട്രേലിയയിലെ ഏറ്റവും അപകടത്തിലിരിക്കുന്ന മാൻസുപ്പിയൻ മാംസഭോജികളാണ്. ഒരു കാലത്ത് ഓസ്ട്രേലിയയിലെ വടക്കൻ പ്രദേശങ്ങൾ വ്യാപകമായിട്ട് കണ്ടിരുന്ന ഈ ജീവിയുടെ ജനസംഖ്യ ഇന്ന് ഗുരുതരമായിട്ട് കുറഞ്ഞിരിക്കുന്നു. ഇതിന് കാരണം പ്രകൃതിദത്ത ശത്രുക്കളും മനുഷ്യനാൽ സൃഷ്ടിച്ച ഭീഷണികളും ചേർന്നിട്ടുള്ള ഒരു സങ്കീർണമായിട്ടുള്ള സാഹചര്യമാണ്. നോർത്ത് ഇന്ത്യൻ ഗോളിന്റെ സ്വാഭാവിക ശത്രുക്കൾ പ്രധാനമായിട്ടും വലിയ പക്ഷികളും ഉരകങ്ങളും ഉൾക്കൊള്ളുന്നുണ്ട്. കഴുകന്മാർ, ഔൾസ് പോലുള്ള വലിയ പക്ഷികൾ എന്നിവ രാത്രി സജ്ജമായിട്ടുള്ള കോളുകളെ വേട്ടയാടുന്നുണ്ട്. പ്രത്യേകിച്ച് തുറന്ന പ്രദേശങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ മുകളിൽ നിന്ന് ആക്രമിക്കുന്ന പക്ഷികൾക്ക് ഇവ എളുപ്പത്തിൽ ഇരയാകുന്നുണ്ട്. പാമ്പുകൾ നോർത്ത് ഇന്ത്യൻ കോളിന്റെ പ്രധാനമായിട്ടുള്ള ശത്രുക്കളാണ്. പൈതൺ പോലുള്ള വലിയ പാമ്പുകൾ കൂടാതെ വിഷമുള്ള പാമ്പുകളായ ചില ഇനങ്ങളും കുഞ്ഞുങ്ങളെയും ചെറുപ്പക്കാരായിട്ടുള്ള കോളുകളെയും വേട്ടയാടുന്നുണ്ട്. പാറ വിള്ളലുകളിലോ കുഴികളിലോ ഒളിച്ചിരിക്കുന്ന സമയത്തും പാമ്പുകളുടെ ആക്രമണത്തിന് ഇവ ഇരയാകാറുണ്ട്. കാട്ടുപൂച്ചകൾ, ഡിങ്കോകൾ പോലുള്ള വലിയ മാംസഭോജികൾ അപൂർവമായിട്ട് മുതിർന്ന കോളുകളെ ആക്രമിച്ചേക്കാം. എന്നാൽ സാധാരണയായിട്ട് കുഞ്ഞുങ്ങളും യുവ കോളുകളും ഇവയ്ക്ക് എളുപ്പമുള്ള ഇരകളാണ്. നോർത്ത് ഇന്ത്യൻ കോളുകൾ നേരിടുന്ന ഏറ്റവും ഗുരുതരമായിട്ടുള്ള ഭീഷണികളിൽ ഒന്നാണ് മനുഷ്യർ ഓസ്ട്രേലിയയിലേക്ക് കൊണ്ടുവന്ന അധിനിവേശ ജീവികളാണ്. പ്രത്യേകിച്ച് ഫെറൽ പൂച്ചകൾ നോർത്ത് ഇന്ത്യൻ കോളുകളുടെ ജനസംഖ്യയ്ക്ക് വലിയ ആഘാതമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇവ വേഗമേറിയ വേട്ടക്കാരായതിനാൽ തന്നെ രാത്രി സജീവമായിട്ടുള്ള കോളുകളെ എളുപ്പത്തിൽ ഇരയാക്കുന്നുണ്ട്. ചുവന്ന കുറുക്കൻ ചില പ്രദേശങ്ങളിൽ കോളുകളുടെ പ്രധാന ശത്രുവായിട്ട് മാറിയിട്ടുണ്ട്. കുഞ്ഞുങ്ങളുടെയും ചെറുപ്പക്കാരായിട്ടുള്ള കോളുകളെയൊക്കെ കുറുക്കന്മാർ വേഗത്തിൽ ഇല്ലാതാക്കുകയും ഇതുവഴി പുതുതലമുറ കോളുകളുടെ എണ്ണം വൻതോതിൽ കുറയുകയും ചെയ്യുന്നുണ്ട്. നോർത്ത് ഇന്ത്യൻ കോളുകളുടെ നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണികളിൽ ഒന്നാണ് കെയിൻ ടോഡ് എന്ന വിഷമുള്ള അധിനിവേശ ഉഭയചരമാണ്. കെയിൻ ടോഡുകളെ ഭക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അവയുടെ ചർമ്മത്തിലെ ശക്തമായിട്ടുള്ള വിഷം കെയിൻ ടോഡുകൾ ഓസ്ട്രേലിയയുടെ വടക്കൻ പ്രദേശങ്ങളിൽ വ്യാപകമായിട്ട് പകർന്നതോടെ നോർത്ത് ഇന്ത്യൻ കോളുകളുടെ ജനസംഖ്യ ചില പ്രദേശങ്ങളിൽ 90% വരെ കുറഞ്ഞതായിട്ട് പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ഈ വിഷഭീഷണി കോളുകളുടെ നിലനിൽപ്പിന് ഏറ്റവും ഗുരുതരമായിട്ടുള്ള വെല്ലുവിളിയാണ്. മനുഷ്യനാൽ ഉണ്ടാക്കുന്ന ആവാസനാശം നോർത്ത് ഇന്ത്യൻ കോളുകളിലെ വലിയ ഭീഷണിയാണ്. ഖനനം, കൃഷി വികസനം, നഗരവൽക്കരണം, റോഡ് നിർമ്മാണം തുടങ്ങിയ പ്രവർത്തനങ്ങൾ ഇവയുടെ ആവാസ വ്യവസ്ഥയെ നശിപ്പിക്കുന്നുണ്ട്. ഒളിവിടങ്ങളും ഭക്ഷണ സ്രോതസ്സുകളും നഷ്ടപ്പെടുന്നതിലൂടെ കോളുകൾ കൂടുതൽ അപകട സാധ്യതയുള്ള തുറന്ന പ്രദേശങ്ങളിലേക്ക് ഇറങ്ങേണ്ടി വരുന്നു. വാഹന അപകടങ്ങളും നോർത്ത് ഇന്ത്യൻ കോളുകളുടെ മരണനിരക്ക് കൂട്ടുന്ന മറ്റൊരു ഘടകം തന്നെയാണ്. രാത്രി സജീവമായിട്ടുള്ള ഇവ റോഡുകൾ കടക്കുമ്പോൾ വാഹനങ്ങൾ ഇടിച്ച് കൊല്ലപ്പെടുന്നു. കൂടാതെ കീടനാശിനികളും വിഷവസ്തുക്കളും ഒക്കെ ഉപയോഗിക്കുന്നതിലൂടെ ഇവയുടെ ആഹാര ശൃംഖല തന്നെ വിഷമാകുന്നു. നിയന്ത്രണങ്ങളില്ലാത്ത കാട്ടുതീകൾ നോർത്ത് ഇന്ത്യൻ കോളുകളുടെ ആവാസ വ്യവസ്ഥയെ ഗുരുതരമായിട്ട് ബാധിക്കുന്നുണ്ട്. തീ മൂലം ഒളിവിടങ്ങളും ഭക്ഷണ സ്രോതസ്സുകളും ഒക്കെ നശിക്കുന്നുണ്ട്. കാലാവസ്ഥ മാറ്റം മൂലം വരൾച്ചയും മഴയുടെ അനിശ്ചിതത്വം വർദ്ധിക്കുമ്പോൾ ഇവിടെ ഭക്ഷണ ലഭ്യതയും പ്രജനന വിജയവും കുറയുന്നുണ്ട്. ഈ എല്ലാ ഭീഷണികളും ചേർന്ന് നോർത്ത് ഇന്ത്യൻ കോളിനെ ഒരു അത്യന്തം അപകടത്തിലായ ഇനമായിട്ട് മാറിയിരിക്കുന്നു. പ്രകൃതിദത്ത ശത്രുക്കളെ നേരിടാൻ വേണ്ടി പരിണമിച്ച ഈ ജീവിക്ക് മനുഷ്യനാൽ സൃഷ്ടിക്കപ്പെട്ട വേഗമേറിയ മാറ്റങ്ങളോട് ഇറങ്ങിപ്പോകാൻ വേണ്ടി സാധിക്കത്തില്ല. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ നോർത്ത് ഇന്ത്യൻ കോളിന്റെ നിലനിൽപ്പിന് ഏറ്റവും വലിയ വെല്ലുവിളികൾ അധിനിവേശ ജീവികളും ആവാസ വ്യവസ്ഥയും തന്നെയാണ്. അവയെ നിയന്ത്രിക്കുകയും സുരക്ഷിതമായിട്ടുള്ള ആവാസ വ്യവസ്ഥ സംരക്ഷിക്കുകയും ചെയ്താൽ മാത്രമേ ഈ അപൂർവ മാൻസ്യൂപ്പിയൻസിനെ ഭാവി തലമുറകൾക്ക് കാണാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. ഇനി ഇവിടെ കൺസർവേഷൻ സ്റ്റാറ്റസ് അല്ലെങ്കിൽ സംരക്ഷണ നിലയെ പറ്റി നോക്കുകയാണെങ്കിൽ നോർത്ത് ഇന്ത്യൻ കോൾ ഓസ്ട്രേലിയയിൽ ഏറ്റവും ഭീഷണി നേരിടുന്ന മാൻസുപ്പിയൻ മാംസഭോജി ജീവികളാണ്. ഒരു കാലത്ത് വടക്കൻ ഓസ്ട്രേലിയയിൽ ഉടനീളം വ്യാപകമായിട്ട് കണ്ടിരുന്ന ഈ ജീവിയുടെ ജനസംഖ്യ കഴിഞ്ഞ കുറച്ച് ദശകങ്ങളായിട്ട് അതിവേഗം കുറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ ഫലമായിട്ട് നോർത്ത് ഇന്ത്യൻ കോൾ ഇന്ന് ഔദ്യോഗികമായിട്ട് അത്യന്തം അപകടത്തിലായ ഇനം, അതായത് എൻഡേഞ്ചേർഡ് എന്ന സംരക്ഷണ പദവി ലഭിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര പ്രകൃതി സംരക്ഷണ സംഘടനയായിട്ടുള്ള IUCN ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ നോർത്ത് ഇന്ത്യൻ കോളിനെ എൻഡേഞ്ചേർഡ് പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓസ്ട്രേലിയൻ സർക്കാർ നിയമങ്ങൾ പ്രകാരം ഈ ജീവി സംരക്ഷണം ആവശ്യമുള്ള ഇനമായിട്ട് അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. ഇത് ഈ ഇനത്തിന്റെ നിലനിൽപ്പ് ഗുരുതരമായിട്ട് അപകടത്തിലാണെന്നുള്ള ഔദ്യോഗിക അംഗീകാരമാണ്. നോർത്ത് ഇന്ത്യൻ കോളിന്റെ സംരക്ഷണ നില അതീവ ആശങ്കാജനകമാണ്. എന്നാൽ ശാസ്ത്രീയപരമായിട്ടുള്ള ആസൂത്രണം ചെയ്ത സംരക്ഷണ പ്രവർത്തനങ്ങളും ആവാസ വ്യവസ്ഥയുടെ സംരക്ഷണവും ഒക്കെ തുടർന്നാൽ ഈ അപൂർവ മാൻസ്യൂപ്പിയന്റെ ജനസംഖ്യ വീണ്ടും ഉയർത്താനാവുന്ന പ്രതീക്ഷ നിലനിൽക്കുന്നുണ്ട്. നോർത്ത് ഇന്ത്യൻ കോളിന്റെ സംരക്ഷണം എന്നത് ഒരു ജീവിയെ മാത്രം സംരക്ഷിക്കുന്നതല്ല, മറിച്ച്
ഓസ്ട്രേലിയയുടെ സവിശേഷമായിട്ടുള്ള വന്യജീവി പൈതൃകം സംരക്ഷിക്കുന്നതാണ്. ഇനി ഇവിടെ ചരിത്രമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെപ്പറ്റി നോക്കുകയാണെങ്കിൽ, നോർത്തേൺ ഗോൾ ഓസ്ട്രേലിയൻ ഭൂഖണ്ഡത്തിന്റെ പരിണാമ ചരിത്രത്തോടും പരിസ്ഥിതി മാറ്റങ്ങളോടും അടുത്ത് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പുരാതന മാൻസൂപ്പിയൻ മാംസഭോജി ജീവിയാണ്. അതിന്റെ ചരിത്രം മനസ്സിലാക്കുന്നത് ഓസ്ട്രേലിയയിലെ സസ്തനികളുടെ പരിണാമവും മനുഷ്യവാസത്തിന്റെ സ്വാധീനവും മനുഷ്യ സംരക്ഷണത്തിന്റെ വെല്ലുവിളി എന്നിവയെക്കുറിച്ചുള്ള ഒരു സമഗ്ര ദൃശ്യമാണ് നൽകുന്നത്. നോർത്തേൺ ഗോൾ ആദ്യമായിട്ട് ശാസ്ത്രീയപരമായിട്ട് രേഖപ്പെടുത്തിയത് 19-ാം നൂറ്റാണ്ടിലാണ്. 1842 ബ്രിട്ടീഷ് സിയോളജിസ്റ്റായ ജോൺ ഗൂൾഡ് ആണ് ഈ ജീവി ഔദ്യോഗികമായിട്ട് വിവരണം ചെയ്തത്. അതിനെ ദ്യാശുറസ് ഹാലുക്കേറ്റസ് എന്ന ശാസ്ത്രീയ നാമം നൽകപ്പെട്ടു. ഹാലുക്കേറ്റസ് എന്ന പദം ഈ ജീവിയുടെ വേഗമേറിയ ചലനങ്ങളും പെട്ടെന്ന് പ്രത്യക്ഷം വന്ന സ്വഭാവമാണ് സൂചിപ്പിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ യൂറോപ്യൻ ഗവേഷകർ നോർത്ത് ഗോളിനെ വടക്കൻ ഓസ്ട്രേലിയയിലെ പല പ്രദേശങ്ങളിലും സാധാരണയായിട്ട് കണ്ടിരുന്നു. അന്നത്തെ രേഖകൾ പ്രകാരം ഇവയുടെ ജനസംഖ്യ സ്ഥിരതയുള്ളതും വ്യാപകവുമായിരുന്നു. 20-ാം നൂറ്റാണ്ടിലെ മധ്യത്തോടെ നോർത്ത് ഗോളിന്റെ ചരിത്രത്തിൽ നിർണായകമായ ഒരു മാറ്റം സംഭവിച്ചു. യൂറോപ്യൻ കുടിയേറ്റക്കാർ കൊണ്ടുവന്ന ഫെറൽ പൂച്ചകൾ, കുറുക്കന്മാർ കൂടാതെ പിന്നീട് വന്ന കെയിൻ ടോഡുകൾ എന്നിവ ഇവയുടെ ജീവിതത്തിൽ വലിയ ഭീഷണികളായിട്ട് മാറി. പ്രത്യേകിച്ച് 1930-കളിൽ കെയിൻ ടോഡുകൾ ഓസ്ട്രേലിയയിൽ കൊണ്ടുവന്നതിന് ശേഷം ഇവ നോർത്തേൺ ഗോളുകളുടെ ജനസംഖ്യയെ വേഗത്തിലിടുകയുണ്ടായി. 21-ാം നൂറ്റാണ്ടിൽ നോർത്തേൺ ഗോൾ ഒരു സംരക്ഷണം ആവശ്യമായിട്ടുള്ള ഇനം എന്ന നിലയിൽ ആഗോള ശ്രദ്ധ നേടാൻ വേണ്ടി തുടങ്ങി. ശാസ്ത്രീയപരമായിട്ടുള്ള പഠനങ്ങൾ, ജനസംഖ്യാ നിരീക്ഷണം, ജനിതക ഗവേഷണം എന്നിവ ശക്തമായിട്ട് നടപ്പിലാക്കി കെയിൻ ടോഡുകളുടെ വിഷം ഒഴിവാക്കാൻ ഗോളുകളെ പരിശീലിപ്പിക്കുന്ന പരീക്ഷണങ്ങൾ, സുരക്ഷിതമായ ദ്വീപുകളിലേക്കുള്ള മാറ്റിപ്പാർപ്പിക്കൽ പദ്ധതികൾ, സംരക്ഷിത വനമേഖലകൾ എന്നിവ ഈ കാലഘട്ടത്തിലെ പ്രധാന ചരിത്ര സംഭവങ്ങളാണ്. ഇന്ന് നോർത്തേൺ ഗോളിന്റെ ചരിത്രം മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധത്തിന്റെ ഒരു മുന്നറിയിപ്പായിട്ട് നിലകൊള്ളുന്നുണ്ട്. മനുഷ്യ ഇടപെടലുകൾ ഒരു ജീവിയുടെ ഭാവി എത്രത്തോളം മാറ്റിമറിക്കാമെന്ന് ഈ ചരിത്രം വ്യക്തമാക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ നോർത്തേൺ ഗോളിന്റെ ചരിത്രം ഒരു ജീവിയുടെ പരിണാമ വിജയത്തിന്റെ കഥയോടൊപ്പം ആധുനിക കാലത്തിലെ സംരക്ഷണ പരാജയങ്ങളുടെയും പ്രതീക്ഷയുടെയൊക്കെ കഥയാണ്. ഭൂമിയിൽ ദശലക്ഷക്കണക്കിന് വർഷങ്ങളായിട്ട് നിലനിന്ന ഈ അപൂർവ മാൻസൂപ്പിയസിന്റെ ഭാവി മനുഷ്യന്റെ തീരുമാനങ്ങളും സംരക്ഷണ പ്രവർത്തനങ്ങളും ഒക്കെ ആശ്രയിച്ചിരിക്കുന്നു. നോർത്തേൺ ഗോളിന്റെ ചരിത്രം മനസ്സിലാക്കുന്നത് അതിന്റെ സംരക്ഷണത്തിന് അടിത്തറ പാകുന്നതിന് അത്യന്തം ആവശ്യമാണ്. അപ്പോൾ ഇതൊക്കെയാണ് നോർത്തേൺ ഗോൾ എന്ന അപൂർവ ജീവിയുടെ വിശദമായിട്ടുള്ള വിശേഷങ്ങൾ. ഇനി അടുത്ത ജീവിയുടെ വിശേഷമായിട്ട് വീണ്ടും കാണാം. ബൈ.